എനിക്ക് ടെൻഷൻ എന്റെ കൂടെ ഇരിക്കുന്ന ശ്യാം പുഷ്കരനാണ്. ശ്യാം പുഷ്കരനാണ്. ഇവരുടെ ജീവന് അങ്ങനെ ഞാൻ പറഞ്ഞ അതെ 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 നമ്മളുണ്ട് ഇവിടെ കൊണ്ട് ഇടിച്ചിട്ട് പുള്ളിക്കാരന്റെ കൈകാലം ഇത് ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതാനുള്ള മനുഷ്യനാണ്. ഹൈദരാബാദ് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഹൈദരാബാദ് പോയി കാരണം എല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു ഹൈദരാബാദ് പോണേ. നസ്ലനും മമ്മിന്റെ ആദ്യം വേറെ ആയിരുന്നു. പിന്നെ നമ്മളെ റൂമിന്റെ സെറ്റപ്പും ഇവിടെ ഈ ഓഡിഷൻ വിളിക്കുന്ന കുറച്ച് ദിവസം അവനാണ് എന്നോട് പറഞ്ഞ ബ്രോയുടെ നമ്പർ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2-3 ദിവസം കഴിഞ്ഞപ്പോ ട്രൂ കോളറിൽ ഗിരീഷ് ഏടി എന്ന് കണ്ടു. ഞാനൊരു ദിവസം ഇങ്ങനെ TV കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ചാടി എഴുന്നിട്ട് മിനി കൂപ്പർ ഒരു മെയിൻ ആളാണല്ലോ ഇതില്. അതിൽ ശരിക്കും എന്തായിരുന്നു ഷൂട്ടിന്റെ അവസ്ഥ? നല്ല രസമായിരുന്നു. 1 ഡേ ഫുൾ മിനി കൂപ്പർ ഡേ ആയിരുന്നു. പക്ഷെ അവിടത്തെ ആളുകൾക്ക് വലിയ ജീവനിൽ കൊതിയൊന്നുമില്ല. അതുകൊണ്ട് ഈ രവി പത്മനാഭനും അജിത് മേനോനും ഒന്നും അത്ര ക്ലീൻ മനുഷ്യൻ. ഇവൻ ഈ നമ്മുടെ അരുൺ സാർ പോലും അത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. അവർക്ക് പുറമേ നോക്കുമ്പോ അവര് ഭയങ്കര പെർഫെക്റ്റ് ആണ്. ആ ഒരു ദൂരത്ത് നോക്കുമ്പോ അവര് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ. പക്ഷെ കുറച്ച് അവരോടൊന്ന് ഇടവഴിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇവര് കുറച്ച് കൂതറയാണല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം അങ്ങനെയാണല്ലോ. ഹായ്, പ്രേമലുവിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് കിരൺ ജോസി, ശ്യാം മോഹൻ, അഖില ഭാർഗവൻ ആൻഡ് സംഗീത് പ്രതാപ്. വെൽക്കം. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ്. ഗംഭീര സക്സസ് ആണ്. അപ്പൊ ശരിക്കും എന്താ ഫീൽ ചെയ്യണേ ഇപ്പൊ? നല്ല സന്തോഷവും സമാധാനവും പടത്തിൽ പറഞ്ഞ പോലെ നല്ല സുഖം. എന്നാലും റിലീസിന്റെ മുമ്പുള്ള ഞാൻ കണ്ടതാണ് തിയേറ്ററിലെ എല്ലാവരുടെയും ഒരു ഇമോഷൻസ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒന്ന് റിയാലിറ്റിയിലേക്ക് വന്ന അവസ്ഥയല്ലേ? ഞങ്ങളിപ്പോഴും ആ ഒരു എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ലൈനാണ്. എന്താ ഫീൽ ചെയ്യണേ? ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പടം തിയേറ്ററിൽ എത്തുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അതിൻ്റെ പുറമെ അത് ഭയങ്കര ഹിറ്റാവുന്നു, എഴുതിയതിനൊക്കെ ആൾക്കാർ ചിരിക്കുന്നു, ഇമോഷണലി കണക്ട് ആവുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. പ്രേമലു എന്നുള്ള ഒരു പേരുണ്ടല്ലോ. അപ്പൊ പ്രേമം നമ്മളൊരു ഹൈദരാബാദ് നടക്കുന്നതുകൊണ്ട് സിംപിൾ ഇപ്പൊ പറയാം. പക്ഷെ നിങ്ങൾക്ക് അത് ആലോചിക്കുമ്പോൾ എത്ര സിമ്പിൾ ആണ്, എന്നാൽ വർക്കാവുന്ന ഇങ്ങനെ ഒരു പേര് കിട്ടിയത് എങ്ങനെയാണ്? ആദ്യത്തെ പേര് ഇതായിരുന്നില്ല. എന്നുവെച്ചാൽ ടെൻറ്റേറ്റീവ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പിന്നെ എനിക്കൊന്ന് സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞ സമയത്ത് ശ്യാമേട്ടനാണ്, ശ്യാം പുഷ്കരൻ ആണ് പറയുന്നത് ഇങ്ങനെ പ്രേമലു എന്നിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. പിന്നെ അത് എല്ലായിടത്തും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് പേരിലോട്ട് എത്തിയത്. ആദി, JK ആദി, കാർത്തിക, അമൽ ഡേവിസ്, കുറച്ച് വെയിറ്റുള്ള പേര് കൂട്ടത്തില് അല്ലേ? അല്ലേ, അമൽ ഡേവിസ്, JK ആദി പിന്നെ എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. പലയിടത്തും പല പേരുകളിലൊക്കെയാണ് പറയുന്നത് നിങ്ങളെ. എങ്കിൽ കൂടി ആ റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ടല്ലോ. എല്ലാവരും പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടാണ്, എന്നാൽ അതേസമയം എന്റർടൈനിങ് ആയിട്ടാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ ആ ഒരു റോളുകൾ നിങ്ങളെ തേടി എത്തുന്നത് എങ്ങനെയാ? ഗിരീഷ് ബ്രോയാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു AD ഉണ്ട് സനത്ത് എന്ന് പറഞ്ഞിട്ട്. സനത്തിന് എനിക്ക് ആരോ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഞാൻ എൻ്റെ ഓഡീഷന് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. നഹാസിന്റെ പടമായിരുന്നു. നടന്നിട്ടില്ല പടം. ഓഡീഷൻ നടന്ന സമയത്ത് ഇങ്ങനെ അവിടെ എന്നെ വിളിച്ചിട്ടൊരു റോള് പെപ്പയുടെ അഗേൻസ്റ്റ് അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറിനെ വിളിച്ചായിരുന്നു. അപ്പൊ അന്ന് അവിടെ വെച്ചിട്ടാണ് സനത്തിനെ പരിചയപ്പെടുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ വെച്ച് കാണുമ്പോൾ സംസാരിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനൊരു ഈ കുറച്ച് ദിവസം ഈ ഓഡീഷൻ വിളിക്കുന്ന കുറച്ച് ദിവസം അവനാണ് എന്നോട് പറഞ്ഞ ബ്രോയുടെ നമ്പർ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഷോർട്ട് ഫിലിം പരിപാടി ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ട്രൂ കോളറിൽ ഗിരീഷ് ഏടി എന്ന് കണ്ടു. ഞാനൊരു ദിവസം ഇങ്ങനെ TV കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ചാടി എഴുന്നിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പുള്ളി ഗിരീഷായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നമസ്കാരം, ഞാൻ ഗിരീഷ് ഏടി സംവിധായകനാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം, ആർക്കാണ് അറിയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഫിലിമുണ്ട്, നമ്മൾ ഭാവന സ്റ്റുഡിയോസാണ് ബാക്കപ്പ് ചെയ്യുന്നത്, അപ്പോൾ അതിലൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓഡീഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷൻ ഫസ്റ്റ് ഡേ ഓഡീഷൻ കഴിഞ്ഞു. ആദ്യയുടെ 1-2 സീൻസ് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ അറിയിക്കാം എന്താണ് എൻ്റെ പരിപാടി എന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് നെക്സ്റ്റ് ഡേ തന്നെ വിളിച്ച് എന്നോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഗിരീഷ് തന്നെയാണ് നേരിട്ട് വിളിച്ചു പറയാം. എനിക്ക് പക്ഷേ ഞാൻ സനത്തായിരുന്നു എൻ്റെ മീഡിയം ഓഫ് കോൺടാക്ട്. ഞാനിങ്ങനെ ഗിരീഷ് ബ്രോയ്ക്ക് മെസ്സേജിൽ ഞാനിങ്ങനെ സനത്തിനോട് എങ്ങനെ ഉണ്ടായിരുന്നു ഡാഡ അവരും എല്ലാം പറഞ്ഞോടാ, ഇങ്ങനെ അവൻ ചോദിക്കും ഓക്കെ നോക്കാം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഞാൻ ഗിരീഷ് ബ്രോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെയാണ്, അവരുടെ സൈഡിൽ നിന്ന് ഓക്കെയാണ്, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമാകുന്നത്. ഈ അർജുനേട്ടൻ 18+ അപ്പോഴേക്കും വന്നിട്ടുണ്ടോ അതോ അതിന് ശേഷം വന്ന്? അതെ 18+ ഒക്കെ റിലീസ് കഴിഞ്ഞ് അതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അത് എന്നെ വിളിച്ചത് അതൊന്നല്ല, അതൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മള് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് 18+ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് അതിനു മുമ്പ് തന്നെ ഇവരുടെ ഓൾറെഡി ഇവരുടെ റെഫറൻസ് അത് കിരൺ ബ്രോ പറയുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ. അല്ല അങ്ങനെയല്ല, നമ്മള് ശ്യാമിന്റെ പേരുണ്ടായിരുന്നു ഓപ്ഷൻസ് നോക്കിയപ്പോ. അപ്പൊ ഗിരീഷ് ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്യാമിനെ. പിന്നെ ശ്യാമിന്റെ യൂട്യൂബ് വീഡിയോസും റീലും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ക്യാരക്ടറായിട്ട് ആ ഒരു പരിപാടി കറക്റ്റായിട്ട് ശ്യാം പിടിക്കുന്നു തോന്നി.
അഖില പൂവലുണ്ട്, ഗിരീഷേട്ടൻ കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടീമിലാണ് അനുരാഗ് കിരണ്ട പടത്തില് ഷോർട്ട് ഫിലിം. അവിടുന്ന് അങ്ങോട്ട് നേരെ പ്രൊമോഷൻ ആയിരുന്നു പ്രേമലുവിലേക്ക്. എന്നെ ഇതുപോലെ ഓഡീഷൻ വഴി തന്നെയാണ് ഇതിലോട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഗിരീഷേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഓഡീഷൻ ഒന്ന് വരാവോ എന്ന് വെച്ചിട്ട്. അപ്പോൾ തന്നെ ഞാൻ കിരണേട്ടന് മെസ്സേജ് അയച്ചു, ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കിരണേട്ടൻ പറഞ്ഞു വാ വന്നിട്ട് ചെയ്തു നോക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഗിരീഷേട്ടനും കിരണേട്ടനും കൂടി തന്നെ ഞാൻ ഓഡീഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെയാണ്, പടത്തിലോട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ചേഞ്ചും വന്നു അല്ലേ അതില് വീണയല്ലേ പൂവനില് വീണ ആ ഒരു ലുക്കിന്നൊക്കെ മൊത്തത്തിൽ ലുക്കിലും നല്ല ചേഞ്ച് വന്നു. ഞാൻ കുറച്ച് വണ്ണം വെക്കുകയും ചെയ്തു. അപ്പൊ കാർത്തികയിലോട്ട് വരുമ്പോ നല്ല ചേഞ്ച് ഉണ്ട്. അതൊരു ഹെൽപ്പ് ചെയ്ത് ആക്ച്വലി ക്യാരക്ടർ വേറൊരാളായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, ഇതിൽ ഞാൻ അന്ന് ഗിരീഷ് ചേട്ടൻ പറയണ്ടായിരുന്നു ഒരു നാടനും അല്ല ഒരു ഒരു നാടൻ ടൈപ്പ് കുട്ടിയായിരുന്നു വേണ്ടത്. അപ്പൊ ഹെൽപ്പ് ചെയ്തു എന്തായാലും ആ ഒരു ലുക്ക്. സംഗീത്, നിങ്ങളെ രണ്ട് മറ്റേ പത്രോസിലെ ബംഗാളി കോമ്പിനേഷൻ ഇതിലേക്ക് എങ്ങനെയാ? എനിക്ക് ആക്ച്വലി ഗിരീഷ് ചേട്ടനായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഗ്യാപ്പുകൾ വന്നാൽ പോലും പിന്നെയും വിളിക്കുക, അങ്ങനത്തെ ഓരോ ഫ്രീക്വന്റ് കോണ്ടാക്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഗിരീഷ് ചേട്ടൻ വിളിച്ചു. അപ്പൊ എനിക്ക് ഓൾറെഡി കുറച്ച് നാൾ മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ശരണ്യ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ആയിട്ട് അന്ന് സ്പിൻ ഓഫ് പരിപാടി പോലെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു സോനയുടെ ക്യാരക്ടറായിട്ട്. അങ്ങനെയൊക്കെ ഞാനന്ന് ചുമ്മാ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അതായത് കസിനായിട്ട് സോനയുടെ കസിനായിട്ട് അന്ന് ഉണ്ടല്ലോ, ഇതിനകത്ത് അവളെ വെച്ചൊരു പടം വരുമ്പോ ഒരു ചെറിയ റോളെങ്കിലും എവിടെയെങ്കിലും വന്നാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്, ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഗിരീഷ് ചേട്ടൻ വിളിച്ചിങ്ങനെ ഒരു പരിപാടിയാന്ന് പറഞ്ഞപ്പോ എനിക്ക് കിരൺ എഴുതുന്നുണ്ട് എന്നൊക്കെ അറിയായിരുന്നു. അങ്ങനെ ഞാൻ ഓഡീഷന് ചെന്നു. ഓഡീഷന് വരാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് തന്നെ ആയിരുന്നു വിളിച്ചത് ഗിരീഷ് ചേട്ടൻ. ഞാൻ നേരെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോ കിരണായിരുന്നു നമ്മള് ഒരുമിച്ച് ചെയ്ത കോമ്പിനേഷൻ ചെയ്തിരുന്നത്. സച്ചിനായിട്ട് കിരണായിട്ട് ഇരുന്നത്. അപ്പോ എനിക്ക് അതെ അമൽ ഡേവിസ് ആയിട്ട് കിരണായിരുന്നു സ്ഥലത്തായിരുന്നു എനിക്ക് എന്റെ സ്ഥലത്ത് മതി. അപ്പൊ എനിക്ക് ആദ്യം ഒരു 3 സീനുകൾ എന്തായിരുന്നു. അപ്പൊ ഈ 3 സീൻ വായിച്ചപ്പോ നമ്മളൊരു കഥ ഉണ്ടാക്കുമല്ലോ ഇതിൽ നിന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടേക്കും ഉണ്ട് പരിപാടി, കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഒരു ഫ്രണ്ടിന്റെ ക്യാരക്ടർ ആണെന്നും കുറച്ച് ട്രാവൽ ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതായത് ഒന്ന് നാട്ടിലത്തെയും ഒന്ന് ഹൈദരാബാദിലെയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ തെറ്റില്ലാത്തൊരു ക്യാരക്ടർ ആണെന്നുള്ളത് മനസ്സിലായിരുന്നു. പിന്നീടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വിളിക്കുന്നതും. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഷിബിൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, ഷിബിൻ ചേട്ടൻ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ കിരണിന് കഴിയുമ്പോൾ തന്നെ മെസ്സേജ് അയച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എടാ രസമുണ്ട്, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഷിബിൻ ചേട്ടനെ വിളിച്ചിട്ട് കാർ ഡ്രൈവിംഗ് പഠിക്കണോടാ, ഒന്ന് നോക്കി വെച്ചേക്കിട്ട്. അപ്പൊ എനിക്ക് അറിയില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഒന്ന് നോക്കി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഷിബിൻ ചേട്ടൻ വിളിച്ചു പറയുന്നത്. അപ്പോഴും കൺഫേം പറഞ്ഞില്ല. പിന്നീട് അത് കഴിഞ്ഞൊരു ദിവസം വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു, ഒപ്പം തന്നെ പരിപാടികളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എത്തുന്നത്. JK ആദി പറയുമ്പോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ കയ്യിന്ന് പോയി എന്നുള്ള ഒരു ക്യാരക്ടർ അല്ലേ, ശരിക്കും ഓവർ ആവാൻ വളരെ സാധ്യതയുള്ള അല്ലെ. പ്രേക്ഷകർക്ക് ചിലപ്പം നമുക്ക് ആദിനോടൊരു വെറുപ്പ് തോന്നുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് മീറ്ററിലാണ് നമുക്ക് ഫീൽ ചെയ്യണേ. ഒട്ടും ഓവർ ആവാതെ അത് ചെയ്തിട്ട് എങ്ങനെയാ അത് ഡിഫൈൻ ചെയ്തെന്ന്. കാരണം ഇവരുടെയൊക്കെ ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആകുമ്പോഴും ഇതിനൊരു ആ ട്രെയിറ്റ് വേറെയാണല്ലോ. ഇയാൾക്ക് കുറേ സ്വഭാവങ്ങളുണ്ട്. ഗിരീഷ് ബ്രോയുടെ ഒരു ഇൻപുട്ട് തന്നെയാണ് എല്ലാം. എനിക്ക് എന്നോട് ആദ്യം മുതലേ പുള്ളി പറയുന്നത് എടാ മറ്റേ സോഫിസ്റ്റിക്കേഷൻ പരിപാടി പിടിക്കണം, ഇത് പറയും, സ്ഥിരമായിട്ട് പറയും. ആദ്യം മുതലേ സോഫിസ്റ്റിക്കേഷൻ സാധനമാണ് വേണ്ടത് പുള്ളിക്ക്. കൈ യൂസ് ചെയ്യണം, ഇതൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു പുള്ളി. കൈയൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ. പിന്നെ എനിക്ക് പറഞ്ഞ കുറച്ചൊരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇവരുടെ ഒക്കെ സംഭവം ചേഷ്ടകളും വലിയ എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഇവരെ സംസാരിക്കുള്ളൂ. നമ്മൾ എവിടെ പോടാൻ ചോദിച്ചാൽ ഇവർ എവിടെ പോടാ ഓക്കെ അങ്ങനെ ഇവര് ചോദിക്കുള്ളൂ. വലിയ എക്സ്പ്രഷൻസ് വരില്ല മുഖത്ത്. അങ്ങനത്തെ കൈയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും, ആനിമേറ്റഡ് ആയിരിക്കും. അപ്പൊ ഞാൻ ശരിക്കും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ സിനിമകളാണെങ്കിലും ഇപ്പം മറ്റേ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ഒക്കെ നോക്കി ഡിക്കാപ്രിയോയുടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പുള്ളി സംസാരിക്കുമ്പോഴും ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ സ്പീച്ച്, പബ്ലിക് സ്പീച്ചസ് ഉണ്ട് നമ്മുടെ ഫെഡെക്സിന്റെ ഒക്കെ സ്പീച്ചിലൊക്കെ ചില ആൾക്കാർ സംസാരിക്കുമ്പോഴുള്ള കൈയുടെ യൂസേജ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കുറെ കണ്ടായിരുന്നു. അങ്ങനെ കുറെ സാധനം. പിന്നെ ഇൻപുട്ട് ശരിക്കും പുള്ളിയുടെ പരിപാടികൾ തന്നെയാണ്. പുള്ളി അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ഇപ്പൊ അതിനകത്ത് ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. പുള്ളി കാണിച്ചു തന്നെ എന്റെ പകുതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഭയങ്കര രസമായിട്ടാണ് പുള്ളി സാധനം കാണിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ
എന്റേതായിട്ടും പിന്നെ വിജയക്കയുടെ ഈ സാധനം ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനെ ഒരു സാധനം. ഓ അതിന്റെ ഒരു സജഷൻ ഞാൻ ചോദിച്ചതാണ് പുള്ളിയോട്, ഇങ്ങനെ ഒരു സാധനം കാണിച്ചൂടെ. അത് ജെക്കിയിൽ മാത്രമല്ല, പിന്നെ പലയിടത്തുള്ള തെങ്ങും തോപ്പെന്ന് പറയുമ്പോൾ പുള്ളി അവിടെ പോലും പുള്ളി കാണിക്കുന്നുണ്ട്. അത് പിന്നെ അത് നാച്ചുറലി വരാൻ തുടങ്ങി. ഇയാള് സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പിന്നെ പിന്നെ അങ്ങ് വന്നു പോയതാണ് പരിപാടികളൊക്കെ. കിരൺ തന്നെ ഇപ്പൊ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇപ്പൊ ഗിരീഷേട്ടന്റെ നായകന്മാരൊക്കെ ലൂസേഴ്സ് ആണ്, അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് അല്ല പഴയ നായകന്മാരെ പോലെയൊന്നും. ഇതിൽ ഞാൻ നോക്കുമ്പോ ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്ത് ഇവരെയൊക്കെ നോക്കുക. സൂപ്പർ ശരണ്യയില് ഇതിപ്പോ ട്രയാങ്കിൾ ലവ് സ്റ്റോറി, അത് റെക്ടാങ്കിളോ പെന്റഗണോ എന്തൊക്കെയാണ്. അപ്പൊ അത്രയും പേരെടുത്തപ്പോ ചാക്യാർ ചെയ്ത അജിത് മേനോൻ ആണെങ്കിലും, വിനീതേട്ടന്റെ അരുൺ സാർ ആണെങ്കിലും, നസ്ലന്റെ സംഗീതാണെങ്കിലും, ഇവർക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി വരും. സാധാരണക്കാരൻ, എന്റെ അമ്മയൊക്കെ ഇത് കണ്ടിട്ട് ശരണ്യക്ക് അരുൺ സാറിനെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു എന്ന് തിയേറ്ററിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കണ്ണിൽ നോക്കുമ്പോൾ ഇപ്പൊ ആദ്യമല്ലേ കുറച്ചുകൂടെ വെൽ സെറ്റിൽഡ് എന്ന് പറയുന്ന പോലെ പെർഫെക്റ്റ് ആണ്. ഇപ്പം തണ്ണീർമത്തനില് രവി പത്മനാഭൻ അത്രയും നേരം പുള്ളി സെറ്റാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ഇതില് എന്തെങ്കിലും ചിന്ത വന്നിരുന്നോ, അതോ സംഭവിച്ചതാണോ ഇതെല്ലാം ഇങ്ങനെയുള്ള? അല്ല, അത് സംഭവിച്ചതാണ്. ഇപ്പം മറ്റേ തണ്ണീർമത്തന്റെയും ശരണയുടെയും പ്രോസസ്സ് എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം ഇത് ഗിരീഷേട്ടന്റെ ഓൺ പരിപാടികളാണ്. അപ്പോൾ ഇവൻ ഇപ്പം ഞാൻ നോക്കുമ്പോൾ, ഞാനൊരു ഓഡിയൻ്റ് ആയിട്ട് നോക്കുമ്പോഴും ഇപ്പം ഈ രവി പത്മനാഭനും അജിത് മേനോനും ഒന്നും അത്ര ക്ലീൻ മനുഷ്യൻ, ഇവൻ ഈ നമ്മുടെ അരുൺ സാർ പോലും അത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. എന്നുവെച്ചാൽ അവർക്ക് പുറമേ നോക്കുമ്പോൾ അവർ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ആ ഒരു ദൂരത്ത് നോക്കുമ്പോൾ അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ. പക്ഷെ കുറച്ച് അവരോടൊന്ന് ഇടവഴിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇവർ കുറച്ച് കൂതറയാണല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം അങ്ങനെയാണല്ലോ, ആദ്യം അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നി. ഇപ്പോൾ നമ്മൾ ആദ്യപ്പോഴുള്ള ആൾക്കാരൊക്കെ, ഞാനും കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ ഇപ്പം നമ്മൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ടല്ലോ. അന്നേരം നമുക്ക് തോന്നുന്ന കുറച്ചൊരു പൊളിയുണ്ട് ഇവന്മാരോട്. അത് നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയുള്ളൂ. അത് എനിക്കൊന്ന് ഗിരീഷേട്ടനെ ഞാനും അതിലൊക്കെയാണ് കൂടുതലും കണക്ട് ആയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അങ്ങനെ. പിന്നെ ഹ്യൂമറിൽ ഗിരീഷേട്ടനായിട്ട് ഗിരീഷേട്ടൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ അത് എഴുതുമ്പോൾ ഈ പറഞ്ഞ ഇങ്ങനത്തെ ആദിയിലും ഒക്കെ ആ സാധനം റിഫ്ലക്ട് ചെയ്തതാണ്. ഹൈദരാബാദിൽ പോകുമ്പോ എന്തായാലും എന്തെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും കൊണ്ടുവരും, നിങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ, അല്ലേ? അങ്ങനെയാണല്ലോ, അതാണ് ഒരു രീതി. ഞങ്ങൾ രണ്ടുപേരാണ് ശരിക്കും കിടപ്പായി പോയത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഞങ്ങള് പിന്നെ കൊണ്ട് രണ്ട് പെണ്ണിൽ അപ്പുറത്തായിട്ട് ഇങ്ങനെ മറ്റേ കൊണ്ട് കിടത്തി ട്രിപ്പൊക്കെ ഇട്ട്. ലാസ്റ്റ് ടെറസ് സീൻ ഉണ്ടല്ലോ നമ്മുടെ കാർത്തികയുടെ ഒരു, അപ്പോൾ ആ സമയത്ത് അത് ത്രൂ ഔട്ട് നൈറ്റ് ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങള് ഒന്നാമത് തണുപ്പൊക്കെ അടിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനി വന്നു. അപ്പോൾ ഓൾറെഡി നസ്ലിനും ഉണ്ട്, മമ്മിക്കും ഉണ്ട്, സംഗീതനും എല്ലാവർക്കും ചുമയും തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അഫക്റ്റ് ചെയ്തു. ഞങ്ങൾ എന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ട് കിടന്നു. വൈകുന്നേരം ആയപ്പോൾ ഏറെക്കുറെ ഓക്കെ, എന്നിട്ട് വീണ്ടും ഷൂട്ടിന് പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ശ്യാമേട്ടനൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാനും ശ്യാമേട്ടനൊക്കെ എല്ലാവരും വൻ സൈഡായിരുന്നു. ആ സീനിന് ആവശ്യം വന്നു. സൈഡായിരുന്നു എല്ലാവരും. മൊത്തത്തിൽ ഷൂട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഹൈദരാബാദില്? എത്ര ദിവസം ഉണ്ടായിരുന്നു? 1 month, ഒരു മാസം ഓൾമോസ്റ്റ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ ഒരുമിച്ച് താമസവും അങ്ങനത്തെ ഒരു വൈബായിരുന്നു മൊത്തത്തില്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഒരു സിനിമയ്ക്ക് വന്ന് ഷൂട്ടിങ്ങിന് വന്ന ആർട്ടിസ്റ്റുകളാണ്. അങ്ങനത്തെ പരിപാടിയൊന്നും അല്ലാണ്ട് നമ്മളൊരു പിക്നിക്കിന് വന്നതാണ്, അതിലേക്ക് കുറച്ച് ഷൂട്ടിംഗ് എന്നുള്ളൊരു പരിപാടി. പക്ഷെ എന്ന് പറഞ്ഞാൽ ഉഴപ്പൊന്നുമല്ല, ഷൂട്ടിൽ ഉഴപ്പൊന്നല്ല ഉദ്ദേശിച്ചത്. അഖിലൊക്കെ എങ്ങനെയാ ഇവരുമായിട്ടൊക്കെ കെമിസ്ട്രി വർക്കായി? ഞാൻ എനിക്ക് ആരെയും നസ്ലിൻ പൂവിന്റെ സമയത്ത് എൻ്റെ ഷൂട്ടിന് അങ്ങനെ കണ്ട് പരിചയം ഉണ്ടെന്നുള്ളത് എനിക്ക് വേറെ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതും മമിതയുടെ കൂടെ മമിതയുടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കണമെന്നൊക്കെ, കോമ്പിനേഷൻ മമിതയായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുന്നേ നമുക്കൊരു ഗ്രൂമിങ് സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും. ആ ഒരു ടൈമിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സീൻസൊക്കെ ചെയ്തു. അപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഒരു കമ്പനിയായി. പിന്നെ അത് കഴിഞ്ഞ് എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഷൂട്ടുണ്ടായിരുന്നു. അവിടുന്ന് ട്രിവാൻഡ്രത്ത് ഒരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ എറണാകുളത്തായിരുന്നു കുറച്ചധികം ദിവസം ഉണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും വൻ സെറ്റായി. പിന്നെ ഹൈദരാബാദ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഹൈദരാബാദ് പോയി, കാരണം എല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു ഹൈദരാബാദ് പോണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു.
പിന്നെ അവിടെ എത്തി ഞങ്ങൾ എല്ലാവരും ഒരു അപ്പാർട്ട്മെന്റിൽ. നസ്ലനും മമിത ആദ്യം വേറെ ആയിരുന്നു. പിന്നെ അവര് ചുമ്മാ ഒന്ന് പുറത്തോട്ടിറങ്ങി നമ്മുടെ അടുത്തോട്ട് വരാന്ന് പറഞ്ഞപ്പോൾ നമ്മളെ റൂമിന്റെ സെറ്റപ്പും ഇവിടെ അപ്പൊ 3 BHK ആയിരുന്നു അപ്പാർട്ട്മെന്റ്. അപ്പോൾ ഞാനും മമിതയും മീനാക്ഷിയും ഒരു അപ്പാർട്ട്മെന്റിൽ, ഇവര് 3 പേരും ഒരു അപ്പാർട്ട്മെന്റിൽ. ഞങ്ങൾ ഡെയിലി ചായ വെച്ചുകൂടി മാഗി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചുപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. സംഗീതത്തിന് ഈ IIT റൂർക്കിയുടെ മതിൽ ചാടാൻ പോകുന്ന അമൽ ഡേവിസ് അല്ലേ? ആ കോംബോ എങ്ങനെ ഇത്രയും രസമായിട്ട് വർക്കായി? നസ്ലനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ? അത് രണ്ട് കാരണങ്ങളാ. ഒന്ന് ഗിരീഷ് ഏട്ടനും പിന്നെ നെസ്ലിനും, രണ്ടുപേരും ഈക്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഗിരീഷ് ഏട്ടൻ ആക്ച്വലി കുറെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കും. നമ്മൾക്ക് അതങ്ങനെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ആക്ച്വലി കുറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര പേടിയൊക്കെ ആയിട്ട് ഇത്രയും ത്രൂ ഔട്ട് റോളും കൂടെ അറിഞ്ഞപ്പോഴേക്കും വേറെ വലിയ കൂടി ഡബിളായി. പിന്നെ ശരണ്യയിലും ഞാൻ ജസ്റ്റ് എനിക്ക് പ്രീ പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടൊക്കെ ഇല്ലെങ്കിൽ ഡയലോഗൊക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ശരണ്യയിൽ കുറെ ചോദിക്കുന്നുണ്ട്. വിഷ്ണു എന്ന് പറയുന്ന വിഷ്ണുദേവൻ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് ഒന്ന് തരാൻ പറ്റുമോ, ഞാൻ ഒന്ന് പഠിച്ചിട്ട് വരാം. ഒന്നും വേണ്ട, നീ വന്നാൽ മതി, ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നു. ഗിരീഷ് ഏട്ടൻ പറഞ്ഞു തരുന്നു, അവിടെ പോയി ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ശരണ്യയിൽ നിന്ന് നമ്മൾ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കംഫേർട്ട് നമുക്ക് മനസ്സിലാവും. ഓൾറെഡി തണ്ണീർമത്തനില് ഞാനായിരുന്നു ഗിരീഷേട്ടന്റെ തൊട്ടടുത്തിരിക്കണം എപ്പോഴും, സ്പോട്ട് എഡിറ്റർ ആയതുകൊണ്ട്. അപ്പോ എല്ലാ കോമഡിയും പറയണത് ഇപ്പൊ ഈ പടത്തില് വിഷ്ണു മാണിക്കാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് തോന്നുന്നു. അതുപോലെ എപ്പോഴും എനിക്കായിരുന്നു കൂടുതൽ കോമഡി കേൾക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിരുന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഭയങ്കര കണക്റ്റാണ് ഗിരീഷേട്ടനായിട്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഗിരീഷേട്ടൻ പറയണ ചില എല്ലാ കോമഡി ഒരു 80% കോമഡി എല്ലാവർക്കും കിട്ടും, ഒരു 20% കോമഡി അവിടെ ഇരിക്കുന്ന കുറച്ചു പേർക്കേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് കണക്ട് ആവും. കാരണം ഇത്രയും നാളായിട്ട് ഓരോ പരിപാടികളും പറയുന്നതിൽ നിന്ന് തോട്ടുകൾ നമ്മൾ ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഭയങ്കര രസമുള്ള തോട്ടുകൾ ഇവരുടെ സൈഡിൽ നിന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഡൗട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ തോട്ടുകളിൽ നിന്ന് കറക്റ്റ് കിട്ടും. ഗിരീഷ് ചെയ്യുന്നത് ഇങ്ങനത്തെ കോമഡി സാധനങ്ങളാണെങ്കിലും ഭയങ്കര പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങൾക്കും വളരെ സെൻസിബിൾ ആയിട്ടുള്ള തോട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ടോട്ടലി അതിനെ ട്രോളായിട്ടാണ് ഇവർ പറയുന്നതെന്ന് മാത്രം. അപ്പൊ ഭയങ്കര എൻജോയബിൾ. അപ്പൊ നമ്മളാ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി ആ സമയം തുടങ്ങി. അപ്പോ അങ്ങനെ ഭയങ്കര കണക്റ്റാ. അപ്പോ ഗിരീഷേട്ടനായിട്ടുള്ളൊരു ഇത്. പിന്നെ അവൻ നെസ്ലിൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തണ്ണീർമത്തലിൽ കമ്പനി ആയിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഓരോ പടങ്ങൾ വരുമ്പോഴൊക്കെ വിളിയൊക്കെ ഉണ്ടായിരുന്നു. കാണും 10 ദിവസത്തിൽ ഒരുമിച്ചായിരുന്നു. എന്നാലും അങ്ങനെ ഭയങ്കര റാപ്പോ അങ്ങനെ എപ്പോഴും വിളിക്കുക അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ വൺസ് ഇവിടെ വന്നു കഴിയുമ്പോ കറക്റ്റ് മറ്റ് ലാസ്റ്റ് പറഞ്ഞ പോലെ ഷെല്ല് പൊട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. അത് ഞങ്ങൾക്കൊരു ഫസ്റ്റ് സീൻ തുടങ്ങിയ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കാൻ കുറെ. അപ്പൊ ഇവനായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അത് നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ അഭിനയിക്കാൻ നിൽക്കുമ്പോ ഇത് ഓപ്പോസിറ്റ് ആക്ടർക്ക് പ്രശ്നമായിരിക്കും, നമ്മൾ തെറ്റിക്കുമ്പോ അവരുടെയും കൂടെ നല്ല പെർഫോമൻസ് പോവാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവൻ തന്നെ ആ ടേക്ക് കെയറിങ് നടത്തുന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയി തുടങ്ങി. പിന്നെ അങ്ങോട്ട് വന്നു ഞങ്ങൾ ഭയങ്കര ബോഡിയൊക്കെ യൂസ് ചെയ്തിട്ടാ ഇത്. നോർമലി നമ്മൾ സിനിമകളിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആളുടെ ഇവൻ മറ്റേ തല്ലിയിട്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കുത്തിന് പിടിച്ചിട്ടായിരിക്കും തല പിടിച്ച് തിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അത് ഞങ്ങള് ഓൾമോസ്റ്റ് പല സീനുകളിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങി. അല്ല ചില കുറെ ഗിരീഷേട്ടൻ പറയും, ചിലത് നമ്മുടെ സൈഡിൽ നിന്ന് ഫിസിക്കൽ പരിപാടികൾ കുറെ ടച്ച്, അടി, തോണ്ടല് പരിപാടികൾ വന്നു. അതപ്പോ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഞങ്ങൾക്ക് തന്നെ എന്തെങ്കിലും അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു ത്വര ഉണ്ടാവുമായിരുന്നു എല്ലാ സീനിലും. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതില് തെറി പറയുന്നില്ല. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഇതില് എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷൻസിലൊക്കെ എന്താ തെറി പറയാ നമുക്ക് ഊഹിക്കാം. പക്ഷെ അതേസമയം തെറിക്ക് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു അത് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കൃത്യം കിട്ടുന്നുണ്ട്. അങ്ങനെ വേണ്ട. അതിപ്പം ശരണ്യയിലും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഗിരീഷേട്ടനോ അല്ലെങ്കിൽ കിരണോ ഒരു ഇതുണ്ടോ, ഇങ്ങനെ ബീപ്പ് വരേണ്ട ഒരു ഇത് വേണ്ട? ഇല്ല, അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. അതിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ. നമുക്ക് അന്നേരം മനസ്സിൽ വരുന്നത് തന്നെയാണ് ഇത് പറയുന്നത്, പക്ഷെ അത് പഠിക്കാതെ തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ. ഗിരീഷ് ചേട്ടന്റെ ഒരു സ്റ്റൈൽ ഓഫ് ഡയലോഗ് റൈറ്റിംഗ് എല്ലാം ഭയങ്കര റിയൽ ആവുന്നത് നമ്മൾ സാധാരണക്കാർ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്ന് പുള്ളിയുടെ ഒരു സ്റ്റൈൽ അതായതുകൊണ്ടാവാം ചിലപ്പോൾ. എനിക്കും ഇപ്പം ഞാനും അങ്ങനെ എഴുതാനാണ് കംഫർട്ടബിൾ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്.
മിനി കൂപ്പറിലെ വെയിലത്ത് പോവുക എങ്ങനെയാന്ന് കേറുമ്പോ തന്നെ ചോദിക്കുന്നുണ്ട്. മിനി കൂപ്പർ ഒരു മെയിൻ ആളാണല്ലോ ഇതില്. അതിൽ ശരിക്കും എന്തായിരുന്നു ഷൂട്ടിന്റെ അവസ്ഥ? നല്ല രസമായിരുന്നു. ഞങ്ങള് അതായത് ഒരു 1 day ഫുൾ മിനി കൂപ്പർ ഡേ ആയിരുന്നു. ഒന്നിലധികം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം ഫുൾ രാവിലെ തൊട്ട് രാത്രി വരെ മിനി കൂപ്പർ ഡേ ആയിരുന്നു. ഇവർക്ക് ക്രൂഷ്യൽ മൊമെന്റ്സ് വരുന്നില്ലേ? ഞാൻ ക്ലൈമാക്സിലില്ലല്ലോ, എനിക്കത്ര ഇല്ല. മറ്റേ സോങ്ങിന്റെ ഷൂട്ടിനായിരുന്നു ഞാനും കൂടെ ഉണ്ടായിരുന്നത്. പൊരിവയിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്യണ സമയത്ത്. അപ്പം ഹെലിക്യാമും ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ. അപ്പൊ അതും ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഇട്ടോണ്ട് പോകാനും പറ്റൂല. അപ്പൊ എപ്പോഴേലും ബ്രേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് നമ്മൾ മറ്റേ റൂഫ് ഓൺ ചെയ്തിട്ട് കുറച്ച് സമയം ഇരുന്ന് റിലാക്സ് ചെയ്യും, പിന്നെ വീണ്ടും അങ്ങനെയൊക്കെയായിരുന്നു. കുറച്ച് അധികം നല്ല പൊരിവയിലത്തായിരുന്നു അതൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. ക്ലൈമാക്സും ഈ പറഞ്ഞ പോലെ ഭയങ്കര വെയിലത്താണ് ഡയലോഗ് പോർഷൻസ് എല്ലാം എടുത്തിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കാണാം നമുക്ക്. ഞാനൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ആലോചിക്കായിരുന്നു, അത് ഭയങ്കര ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പൊടിയും എല്ലാം ഉണ്ട്, അവിടത്തെ ഡ്രൈവിങ്ങും എല്ലാം കൊണ്ടും സുഖമായിരുന്നു. ഡ്രൈവിംഗ് പഠിച്ചിട്ട് മിനി കൂപ്പർ ആണോ ഓടിക്കുന്നത്? ആയിരുന്നു. അല്ല, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് വേറൊരു വണ്ടിയിലായിരുന്നു, നേരെ മിനി കൂപ്പറിലോട്ടായിരുന്നു. ഓട്ടോമാറ്റിക് ആയിരുന്നു. അതിന്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഭയങ്കര എളുപ്പമായിരുന്നു, ഒരു പകുതി വരെ എളുപ്പമായിരുന്നു. പക്ഷെ അവിടത്തെ ആളുകൾക്ക് വലിയ ജീവനിൽ കൊതിയൊന്നുമില്ല. അതുകൊണ്ട് റോട്ടിലൊക്കെ ഓടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോ ബുദ്ധിമുട്ടില്ലാന്നോ? 10 ഇരട്ടി ബുദ്ധിമുട്ടാ. കാരണം ജീവന് കൊതില്ലാത്തവര് മുമ്പിലുണ്ടാവുമ്പോ ആരും ചീത്ത പറയില്ല നമ്മളെങ്ങനെ ഓടിച്ചാലും, കാരണം അവര് അതിനേക്കാൾ റിസ്കിലാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് വരുമ്പോ പമ്പാവാസൻ വന്നപ്പോ ഉണ്ടായിരുന്നു ഒരു കയ്യടി. ശ്യാമേട്ടൻ വന്നത്, നിങ്ങളുടെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിനെ നമ്മള് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലും ഒക്കെ അല്ലേ കാണുന്നത്? നമ്മള് ഭയങ്കര റെസ്പെക്ട് ഉള്ളൊരു ഭയങ്കര റെസ്പെക്ട്. നമ്മള് ജോജി ആയാലും മഹേഷിന്റെ പ്രതികാരം ആയാലും, അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. ശ്യാം പുഷ്കരൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഓക്കെ ശ്യാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ പുള്ളി പണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, എന്റെ റീൽസ് കണ്ടിട്ട്. നേരിട്ട് വന്നപ്പോ ഭയങ്കര ചില്ലാണ് ശ്യാമേട്ടൻ. ഭയങ്കര ചില്ലെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നെ വിളിച്ചിട്ട് ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചു, എന്താണ് അവസ്ഥ വിളിച്ചിട്ട് എന്താ അവസ്ഥ, ഓക്കെ അല്ലേ, എങ്ങനെയാണ്, ഹൈ ആണ്, ഞങ്ങളും അതുപോലെ തന്നെയാണെന്നൊക്കെ ചോദിച്ചിട്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് വെച്ചു. പുള്ളി ഭയങ്കര രസമായിരുന്നു. അപ്പൊ അവിടെ വന്നതിന് ശേഷം പിന്നെ പുള്ളിയുടെ ക്യാരമലോട്ട് എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ അവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കും, പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും, കഥകൾ പറയും. മറ്റേ നമ്മൾ കോളേജിലൊക്കെ ഇരുന്നിട്ട് മറ്റേ മിമിക്രി ഒക്കെ കാണിക്കില്ലേ, അതുപോലത്തെ ഒരു രീതിയിലാണ് പുള്ളി നമ്മളിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനത്തെ ഡയലോഗ്സ്, സിനിമ ഡയലോഗ്സ് പറയുക, അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഷൂട്ട് സമയത്താണെങ്കിലും പുള്ളിക്ക് ചെറിയ ടെൻഷൻ തുടക്കത്തിലുണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിയുടെ ആദ്യത്തെ ഇതാണല്ലോ. പക്ഷെ പിന്നെ നമ്മള് മൊത്തത്തിൽ ആ ഒരു മൂഡ് അങ്ങനെയായിരുന്നു. പുറകിലിരുന്ന ചേട്ടന്മാരാണെങ്കിലും ഗുണ്ടകളായിട്ട് വന്ന് പിന്നെ ശ്യാമേട്ട അവരോട് സംസാരിക്കും, നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടിട്ടിരിക്കും. പിന്നെ നമുക്ക് പിന്നെ ഓപ്പൺ വണ്ടി അല്ലാത്തതുകൊണ്ട് ഷോട്ട് ഇല്ലാത്ത സമയത്ത് ഫുള്ള് AC ഒക്കെ ഇട്ട് ചില്ല് ചെയ്തിരിക്കും, കുറെ സംസാരിക്കും. അല്ല അതന്ന് നോക്കിയിരുന്നു. പിന്നെ ഞാൻ വണ്ടി ഇത് ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 95% നമ്മൾ തന്നെയാണ് ഫുള്ള് ആക്ഷൻ. അങ്ങനെ ഓടിക്കുമ്പോഴേ ഈ എക്സ്പ്രഷൻ ഇടുന്നു, അതിലൊരു ക്ലോസിൽ വരുന്ന കുറെ എക്സ്പ്രഷൻസ് ഒക്കെ അല്ലേ, അപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പിന്നെ ബുദ്ധിമുട്ട് ആക്ച്വലി ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതും അങ്ങനെ ഒരു റിസ്കി ഷോട്ട് എടുത്തതുകൊണ്ടാണ്. ആക്ച്വലി ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഓപ്പോസിറ്റ് ഇവർ ക്യാമറ വെച്ചിട്ടുള്ള റിഗ് ചെയ്തിട്ടുള്ള ജിബോ സംതിങ് എന്തോ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരണം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോർ ഷോട്ട് നമ്മൾ അടുത്തെത്തിയിട്ട് ഓവർടേക്ക് ചെയ്ത് പോണം. നേരെ ഓടിക്കാൻ അറിയാത്ത അവസ്ഥയിലാണിത്. അപ്പൊ ഇവരെല്ലാരും ഉണ്ട്, ഇതുങ്ങളുടെയൊക്കെ ജീവനും കാത്തു സൂക്ഷിക്കണം, നമ്മൾ ഓടിക്കണം, അഭിനയിക്കണം. അപ്പോ ആ ഷോട്ടിലാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത്, ഇപ്പൊ അതിനു മുമ്പൊക്കെ ഞാൻ ഓടിക്കുമ്പോ ഇവരിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എടോ ഗിയർ ഗിയർ ഗിയർ, മറ്റേത് ക്ലച്ച് ഔട്ട്, ഇത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്, ഇങ്ങനെ ഇവര് മാത്യു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നെസ്ലിൻ, ഇവര് രണ്ടുപേരും മമിത് ഉൾപ്പെടെ അവൾ ഉൾപ്പെടെ ഇങ്ങനെ പറഞ്ഞു തരും, എടോ ഇങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓക്കെ. പക്ഷെ ഷോട്ടിന്റെ സമയത്ത് അത് കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അപ്പോ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ്
പിന്നെ ഗിരീഷേട്ടനൊക്കെ വന്ന് പറയാം, നിന്റെ സ്പീഡ് കുറക്കാനാണ് ഇപ്പൊ പാട് ക്യാമറ അങ്ങനെ പറയുമായിരുന്നു. എനിക്ക് ടെൻഷൻ എന്റെ കൂടെ ഇരിക്കുന്ന ശ്യാം പുഷ്കരനാണ്. ശ്യാം പുഷ്കരനാണ്. അതാ ഇവരുടെ ജീവന് അങ്ങനെയാ പറഞ്ഞ അതെ 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 നമ്മളുടെ പടകളെ കൊണ്ട് ഇടിച്ചിട്ട് പുള്ളിക്കാരന്റെ കൈകാലം ഓടിച്ചു. പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതാനുള്ള മനുഷ്യൻ. അപ്പൊ പിന്നെ ഓടിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ ഈ ഷോട്ടൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു. ആ ക്രെയിന് വെച്ചിട്ട് വണ്ടി ഇങ്ങനെ വരുന്നത്. പിന്നെ ഒരെണ്ണത്തിലെ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു നമ്മുടെ വണ്ടി, ഓർമ്മയുണ്ടാവും. ക്രോസ് ചെയ്യുന്ന സാധനം ഷൂട്ട് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ടൈമിംഗ് മാറി, ആരുടെ ടൈമിംഗോ മാറി, അത് ഉരഞ്ഞു. പക്ഷെ ഭാഗ്യത്തിന് വണ്ടിക്ക് ഒന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ അത് ഈ പറഞ്ഞ പോലെ കണ്ണും പൂട്ടി ചെയ്തു. ശ്യാമേട്ടന് എന്തുകൊണ്ടാണ് ആ ക്യാമിയോന് കാസ്റ്റ് ചെയ്തത്? ഒരു വെറൈറ്റി ആയിരിക്കും തോന്നി. ആ ചിന്ത എങ്ങനെയാ വന്നത്? കാരണം പുള്ളിയെ എക്സാക്ട്ലി അത് ഓർമ്മയില്ല, ഞാനാണോ ഗിരീഷാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കാസ്റ്റ് ആയിരിക്കും തോന്നി. കാരണം പുള്ളിനെ അങ്ങനെ ഒരു ആരും പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരാളെ ആ ഒരു റോളില്. വന്നപ്പോ തന്നെ നമ്മള് കയ്യടിയായിരുന്നു. പിന്നെ ആ ഒരു സ്റ്റൈലും ആദിക്കുട്ടാന്നൊക്കെ പറയും, ആദിമോനെ എന്നൊക്കെ വിളിക്കുന്നു, അതൊക്കെ സ്ക്രിപ്റ്റിലുണ്ട്. ആദിക്കുട്ട ആ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് എനിക്കൊന്ന് ശ്യാമേട്ടൻ വന്നതുകൊണ്ടാണ് ഞാൻ ഗിരീഷേട്ടന്റെ അടുത്ത് പണ്ടപ്പോഴോ എനിക്കൊന്ന് പ്രേമലുവിന്റെ തുടക്കത്തില് എന്തോ ശരണ്യനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ലിപ്സ്റ്റിക് എങ്കിലും കൊടുക്കായിരുന്നു ശരണ്യയില്, അത്രയും റോ ആയിട്ടാണല്ലോ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് അതാണ് ഇഷ്ടം, അങ്ങനെ ആ ഭംഗി ക്യാപ്ചർ ചെയ്യുന്ന ഇഷ്ടം. നോക്കിയാല് അനശ്വരി ഒക്കെ വളരെ അല്ലേ ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ നമുക്ക് തോന്നില്ല, അത്ര പോലും മേക്കപ്പ് ഇല്ലാത്ത പോലെ. ഇതിലേക്ക് വന്നപ്പോൾ കുറച്ച് ബെറ്റർ ആയി തോന്നില്ലേ ജോലിക്കൊക്കെ പോകുന്നു. പക്ഷെ എങ്ങനെയാ പുള്ളിയുടെ ഒരു രീതി നമ്മള് ഇല്ല അതിലങ്ങനെ ഗിരീഷേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം പൂവനിലായാലും തീരെ മേക്കപ്പ് യൂസ് ആണല്ലോ, ഒരു നാട്ടിൻ പുറാണല്ലോ, അപ്പൊ മേക്കപ്പ് വേണ്ടാന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് പിന്നെ ഒരു ഹൈദരാബാദൊക്കെ ആവുമ്പോ പിന്നെ കുറച്ചൊക്കെ ഒരു മേക്കപ്പ് ഒക്കെ ആവാം എന്നുള്ള രീതിയിൽ ആയിരുന്നു. മേക്കപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു കേട്ടോ. റോണക്സ് ആയിരുന്നു, റോണക്സ് സേവിയറാണ് മേക്കപ്പ്. എനിക്ക് നമ്മുടെ ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ലുക്ക് ടെസ്റ്റ് നടക്കുന്ന വരെ പോലും എനിക്കൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ കുറച്ച് കട്ടത്താടിയും പരിപാടികളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് ആദ്യമായിട്ട് എന്നെ അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ താടി എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ സാധനം പിടിക്കും. താടി എടുക്കാണ്ട് എങ്ങനെ ഇരിക്കും പരിപാടി. പുള്ളി വന്നിട്ട് അന്ന് എന്റെ ലുക്ക് ചെയ്തിട്ട് ഞാൻ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഞാൻ പരിപാടിയിലോട്ട് ഇന്നായി. എനിക്ക് പക്ക ഓക്കെ ആദ്യം എന്നുള്ള സാധനം കിട്ടി. അതുപോലെ മമിതയുടെ ലുക്ക് ആണെങ്കിലും ഹെയർ ചെയ്തതായാലും ഒക്കെ അതിനാണ് ഇപ്പൊ ഭയങ്കര ഫാൻസ് ഉണ്ട് മമിതയുടെ. ഇപ്പൊ കുറെ കമന്റ്സ് ഒക്കെ കണ്ടോ, അങ്ങനെ മുടി വെട്ടിയാലോ ന്യൂ സ്റ്റൈൽ പരീക്ഷിച്ചാലോ. അതുപോലെ കോസ്റ്റ്യൂം ആണെങ്കിലും ധന്യയുടെ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ചേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് കുറെ കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്. മീനാക്ഷിയുടെ ഹെയർ തന്നെ ആയാലും അവളുടെ ഹെയർ കേളി ആണ്, പക്ഷെ ഒന്നുകൂടി അതിനെ നന്നായിട്ട് കേളി. ഇപ്പൊ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ അനിത ചേച്ചിയായിരുന്നു. ചേച്ചിയൊക്കെ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് മീനാക്ഷിയുടെ മുടി കേൾ ചെയ്തിടാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. ക്യാമിയോ റോൾ ചെയ്തത് ആരാ? രാഹുൽ പി. അതെ, അനുരാഗിന് ശേഷം വീണ്ടും അനുരാഗില് എന്റെ ഫ്രണ്ടിന്റെ കാമുകനായിട്ട്, ഇതിപ്പോ സ്വന്തം കാമുകനായിട്ട് വന്നിട്ടുണ്ട് ഇതില്. അതെങ്ങനെയാ വരുന്നത്? അത് വന്നതുകൊണ്ട് അല്ല, അങ്ങനെയല്ല. അതിന് മുന്നേ ഷൂട്ട് തുടങ്ങണതിന് മുന്നേ തന്നെ ചോദിച്ചിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. രാവിലെ ഡബിൾ സന്തോഷം. എന്തായാലും 1 മാസം ലീവ് എടുത്ത് വരുന്നുണ്ട്, അപ്പൊ പിന്നെ പുള്ളിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പൊ നമ്മളിവിടെ ഇല്ല, അപ്പൊ നല്ലായിരുന്നു. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ, പിന്നെ പുള്ളി ഇപ്പൊ ഭയങ്കര ആദ്യമായിട്ട് ചെയ്ത പടം ഹിറ്റായി. ശരിക്കും അഖിലയുടെ കാര്യം പറയുമ്പോഴേ ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുകയാണോന്ന് ചോദിച്ചാൽ അഖില മാരീഡ് ആയതിനു ശേഷം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പറയണം, കാരണം എത്ര പേർക്ക് നമ്മുടെ ഒരു ഏജിൽ മാരേജിന് ശേഷം വരാൻ പറ്റുന്നു. അതിപ്പോ വേറെ പല ജോലികളിലേക്ക് പോകും, റെസ്പോൺസിബിലിറ്റി ഒക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ആഗ്രഹം ഉണ്ട്. AR റീൽസിൽ നിങ്ങൾ രണ്ടുപേരും അത്ര ആക്ടിങ് പാഷൻ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള അഖില ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. കാരണം അഖില കണ്ണൂരുള്ള ഒരു കുട്ടിയാണ് അല്ലേ, ഇതിൽ ഇത്രയും എക്സ്പോഷർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാ. എന്താ തോന്നാറുള്ളത് ഈ ഒരു ട്രാവലിന്? ഇതിപ്പോ കേട്ടപ്പോ ഞാൻ അല്ല, അങ്ങനെയല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എനിക്ക് പഠിക്കുന്ന സമയം തൊട്ടുള്ള ആഗ്രഹം. അതായത് ഈ ഡബ് സ്മാഷും അങ്ങനത്തെ കുറെ ആപ്പ്, മ്യൂസിക്കലിയൊക്കെ അങ്ങനത്തെ കുറെ ആപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലിങ്ങനെ വീഡിയോസ് ചെയ്യണ കാണുമ്പോഴാണ് ശരിക്കും നമുക്കും തോന്നുക. അപ്പൊ ഇപ്പൊ അങ്ങനെ ചെയ്തിടുന്ന കുറെ കുട്ടികളുണ്ട്. ഇപ്പൊ റീലായാലും ഒക്കെ ചെയ്തിടുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടിട്ടാണ് ഞാൻ മറ്റേ ബഡായി ബംഗ്ലാവിൽ ആര്യ ചേച്ചിയുടെ വീഡിയോ ചെയ്തിട്ട് അതങ്ങ് വൈറലായി. അപ്പോൾ ആ സമയത്തൊക്കെ സിനിമയിൽ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ റീൽസൊക്കെ ചെയ്തിടുന്നത്. അതപ്പോൾ ഇങ്ങനെ ചെറുതായി ഞങ്ങളുടെ പേജ് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി, അതിന് ലൈക്സ് വരാൻ തുടങ്ങി. അത് കണ്ടിട്ടാണ് കിരണേട്ടൻ അനുരാഗിലേക്ക് വിളിക്കുന്നത്.
അനുരാഗ് പിന്നെ ഹിറ്റായി 6 million അല്ലേ ഇപ്പൊ? അതെ അതെ 6 മില്യണിൽ കൂടിയും തോന്നുന്നു. അപ്പൊ അതങ്ങ് ഹിറ്റായപ്പോ പിന്നെ ഭയങ്കര സന്തോഷം. മാത്യുവിനെ എങ്ങനെയാ കാസ്റ്റ് ചെയ്യണേ? ഒരു ക്യാമിയോ മാത്യുവിന്റെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത്. ഇവരെ സ്ഥിരം എല്ലാരും ചോദിക്കുന്നതാണ് നസ്ലൻ മാത്യു. അല്ല അതും ഗിരീഷ് കാസ്റ്റിംഗ് ഭൂരിഭാഗം ഗിരീഷ് ഏട്ടൻ തന്നെയാണ് ചെയ്തത്. നമ്മൾ സജഷൻസ് പറയുന്നല്ലാതെ എൻ്റെ ഒരു കോൾ എടുക്കുന്നതും മിക്കതും പറഞ്ഞതും ഗിരീഷ് ഏട്ടൻ തന്നെയാണ്. അപ്പൊ മാത്യു ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും തോന്നി. ആ ഒരു സർപ്രൈസ് ആയിരിക്കും തോന്നി. അങ്ങനെ ഒരാളെ പെട്ടെന്ന് അവിടെ പ്രതീക്ഷിക്കില്ല. പിന്നെ അപ്പൊ എഴുതി വന്നപ്പോ ഇങ്ങനെ ഒരു ക്യാരക്ടറും വന്നു, ഈ പറഞ്ഞ മറ്റേ തോമസ് ഫ്രൈഡ് ചിക്കൻ അപ്പൊ ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ്റെ ആളാക്കാം, അപ്പൊ അയാളെ തന്നെ ഇന്റർവെല്ലിലും കൊണ്ടുവരാം. അപ്പൊ അത് ഭയങ്കര രസമായിരിക്കും തോന്നി, അങ്ങനെ വന്നതാണ്. എല്ലാവിധ ആശംസകളും. പ്രേമലു കുറേ അധികം ദിവസങ്ങൾ ഓടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.